വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഇയർ ഫിസിക്സിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ള ഫിസിക്സിലുള്ള പോർഷനാണ്. ക്വാണ്ടം മെക്കാനിക്സിനകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റനാണ്, ഷ്വർ ക്വസ്റ്റനാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയം മുതൽ ഷ്വർ ക്വസ്റ്റനാണ് ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് നമ്മളിത് ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സ് ഡിറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ is equal to 1 by v square into dou square psi by dou t square. Differential equation governing the wave, which is a particular wave which is propagated along the x direction, as dou square psi by dou x square is equal to 1 by v square into dou square psi by dou t square എന്നാണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി solution to this equation psi, solution psi is equal to a into e raised to minus I by h cross et minus px. ഈ സൊല്യൂഷൻ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. ഞാൻ ഡയറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ആ ഡെറിവേഷൻ വേണമെങ്കിൽ ഇത് എങ്ങനെ നമുക്ക് ഈ സൈ കിട്ടും എന്നുള്ളത് വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇട്ടേക്കാം, എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ psi is equal to a into e raised to minus I by h cross et minus px എന്നുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. This is the differential equation governing the wave associated with a particle propagating in the x direction ആണ്. ഒരു x directionൽ propagate ചെയ്ത് പോകുന്ന വേവിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണിത്. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ആണ് ഈ കിടക്കുന്നത്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ദിസ് ഇക്വേഷൻ ബി നമ്പർ 2 എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 2 ഡിഫറൻഷിയേറ്റ് psi with respect to differentiate psi with respect to x. ഓക്കെ, എക്സിൽ നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സൈ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് മൈനസ് പി എന്നല്ലേ കിട്ടുക. അപ്പോൾ ഇത് പ്ലസ് ആവും, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. ദാറ്റ് മീൻസ് എന്തെന്നാ വരിക? പി ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു എ ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് എന്ന് നമുക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിക്കോ, സൈ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഇ ടി മൈനസ് പി എക്സ് ഒരു ഇക്വേഷൻ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടില്ലേ? ഇതിന് നമുക്ക് സൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പൊ അതിനെ സൈ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്തെന്ന് കിട്ടും? പി ഇൻറ്റു അല്ലെങ്കിൽ ഐ ബൈ എച്ച് ക്രോസ് പി സൈ എന്ന് നമുക്ക് കിട്ടും. നോക്കിക്കോ, അപ്പൊ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഐ ബൈ എച്ച് ക്രോസ് പി സൈ എന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എടുക്കാനുള്ള കണ്ടീഷൻസ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ സൈനെ ഡബിൾ ഡെറിവേറ്റീവ് എടുക്കുക, 2 പ്രാവശ്യം ഡെറിവേറ്റീവ് ചെയ്യുക. ആൻഡ് ടൈം അല്ല, വിത്ത് റെസ്പെക്ട് ടു ടൈം ടിയിൽ 1 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഡോ സൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഐ ബൈ എച്ച് ക്രോസ് പി സൈ എന്ന് ഓൾറെഡി എടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ഒന്നുകൂടെ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി, കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാനല്ലേ. അപ്പോൾ ഐ ബൈ എച്ച് ക്രോസ് പി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈ എടുത്തപ്പോൾ ഐ സ്ക്വയർ പി സ്ക്വയർ സൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ, ദാറ്റ് ഇസ് ഐ സ്ക്വയർ എന്ന് പറയുന്ന -1 ആണ് കേട്ടോ. അപ്പൊ മൈനസ് പി സ്ക്വയർ സൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ സൈഡിൽ എഴുതിയിട്ടിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1 ഐ സ്ക്വയർ എന്ന് പറയുന്നത് -1 ആണെന്ന് എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് പി സ്ക്വയർ സൈ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് കിട്ടി. സെക്കൻഡ് കണ്ടീഷൻ എന്തായിരുന്നു? ഡിഫറൻഷിയേറ്റ് സൈ വിത്ത് റെസ്പെക്ട് ടു എന്താണ്? ടി ആണ് അല്ലേ?
ടിയിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് ടിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടണേന്ന് നോക്കാം. ഡോ സൈ ഡിവൈഡഡ് ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് ഇൻറ്റു ടൈമിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? റിയറൈൻഡ് ചെയ്യാം. മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ഇൻറ്റു ഈ ഫുൾ ഫംഗ്ഷൻ സൈ ആണല്ലോ, അപ്പൊ നമുക്ക് സൈ എഴുതാം. ഇ സൈ എന്ന് പറയാം. ദാറ്റ് ഇസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ സൈ എന്ന് കിട്ടി. സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന മൈനസ് പി സ്ക്വയർ സൈ കിട്ടി. അപ്പോൾ നോക്കിക്കോ മക്കളെ, നമ്മൾ ഡോ സൈ ബൈ ഡോ ടി എഴുതിയിട്ടുണ്ട്, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറും എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടുന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഈ ഇക്വേഷനിൽ ഒരു ഇ സൈയും കിടപ്പുണ്ട്, സെക്കൻഡ് ഇക്വേഷനിൽ ഒരു പി സ്ക്വയർ സൈയും കിടപ്പുണ്ട്. നമുക്ക് ആ ടേംസ് ആക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തിനാണ് ആ ടേംസ് ആക്കി മാറ്റുന്നതെന്നല്ലേ. ഏതൊരു പാർട്ടിക്കിളിൻ്റെയും ടോട്ടൽ എനർജി അസോസിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ. ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എനി പാർട്ടിക്കിൾ ഇസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് ദി പൊട്ടൻഷ്യൽ എനർജി. ഡോ സൈ ബൈ ഡോ ടി ഇ സൈ കിട്ടും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിൽ നിന്ന് പി സ്ക്വയർ സൈ കിട്ടും. അപ്പം നമുക്കതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇ സൈ എന്ന് പറയുമ്പോൾ എച്ച് ക്രോസ് അങ്ങനെ പോവും, ഐ ബൈ എച്ച് ക്രോസ് താഴേക്ക് വരും. അപ്പോൾ എച്ച് ക്രോസ് ബൈ മൈനസ് ഐ എന്ന് കിട്ടും ഇൻറ്റു ഡോ സൈ ബൈ ഡോ ടി. 1 ബൈ മൈനസ് ഐ എന്താ അറിയോ? ഐ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇ സൈ എന്ന് പറയുന്നത് ഇവിടെ എഴുതാണേ. ഇ സൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്ന് കിട്ടും ആണല്ലോ. ഇനി ഇവിടെ നിന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ പി സ്ക്വയർ സൈ എടുത്താൽ എച്ച് ക്രോസ് അങ്ങനെ പോകും, മൈനസ് ഇപ്പുറം വരും. അപ്പോൾ പി സ്ക്വയർ സൈ എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് പി സ്ക്വയർ സൈ എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സൈ ബൈ ഡോ ടി എന്നുള്ള ഇക്വേഷൻ, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്നുള്ള ഇക്വേഷനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആൻഡ് പി സ്ക്വയർ സൈ ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്താ വേണ്ടത്? അടുത്തൊരു ഇക്വേഷൻ കൂടി നമ്മൾ എഴുതാൻ പോവാണ്. അതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ, എനർജി അസോസിയേറ്റഡ് വിത്ത് എനി പാർട്ടിക്കിൾ ബി എന്താണ്? ഇ ആണ് അല്ലേ. ഇ ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി. ഇപ്പൊ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m ആണ്. അപ്പൊ എല്ലാവരും ചിന്തിക്കും ഹാഫ് എം വി സ്ക്വയർ അല്ലേന്ന്. ഹാഫ് എം വി സ്ക്വയറിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? മൊമെന്റം പി കൊടുക്കുക, അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ സൈഡിൽ എഴുതി കാണിക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് വി. ഇനി ഇത് ഈ സൈഡിൽ നോക്കിക്കോ, എങ്ങനെയാണ് കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m ആവുന്നതെന്ന് നോക്കാം. മൊമെന്റം ഇസ് ഡിഫൈൻഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ഇൻറ്റു വെലോസിറ്റി അല്ലേ. അപ്പോൾ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി ഇൻറ്റു വി ആണല്ലോ. ഈ എം വിക്ക് നമുക്കൊരു പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ഇൻറ്റു വി ബൈ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട് ആണല്ലോ. ഈ വിനെ നമുക്ക് ഇൻറ്റു വി വരുമല്ലോ, ഇവിടുത്തെ ഒരു ഇൻറ്റു വി വരുമല്ലോ. ഈ വി എന്ന് പറയുന്നത് പി ബൈ എം എന്ന് പറയാൻ പാടില്ലേ? പി ഈസ് ഈക്വൽ ടു പി എം ആണ് എങ്കിൽ വി ഈസ് ഈക്വൽ ടു പി ബൈ എം ആണെന്ന് നമുക്ക് പറയാലോ. ഈ പി ബൈ എം എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, എന്താ കിട്ടുക? പി ബൈ 2 ഇൻറ്റു പി ബൈ എം, ദാറ്റ് ഈസ് പി സ്ക്വയർ ബൈ 2m അല്ലേ. പി സ്ക്വയർ ബൈ 2m എന്ന് നമുക്ക് എന്ത് കിട്ടും? കൈനറ്റിക് എനർജി കിട്ടും. അങ്ങനെയാണ് കൈനറ്റിക് എനർജി പി സ്ക്വയർ ബൈ 2m എന്ന് പറയുന്നത്. മൊമെന്റത്തിന്റെ ബേസിസിലാണ്, വേവ്സ് അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ മക്കളെ. അപ്പോൾ നമ്മൾ മൊമെന്റത്തിന്റെ ബേസിൽ പി സ്ക്വയർ ബൈ 2m പ്ലസ് പി എന്ന് എഴുതി. ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അസോസിയേറ്റ് ഇ കിട്ടി ആണല്ലോ. ഇപ്പൊ നമുക്കൊരു എന്തായിരിക്കും? 1 2, ഇത് 3 ആണെങ്കിൽ ഇത് 4 ആണെങ്കിൽ ഇത് 5, 3 4. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഇനി അടുത്ത കണ്ടീഷൻ മൾട്ടിപ്ലൈ ദി ഇക്വേഷൻ 5 വിത്ത് സൈ. സൈ കൊണ്ട് ഹോൾ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി സൈ എന്ന് നമുക്ക് കിട്ടും അല്ലേ. പ്ലസ് വി സൈ നമുക്ക് കിട്ടും. ഇ സൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് ആൻഡ് പി സ്ക്വയർ സൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. വി സൈ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ റിമൈൻഡ് ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ എന്താ ചെയ്ത് ഈ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി സൈ എന്നല്ലേ കിട്ടിയിരുന്നത്.
ഇതിൽ ഈ സൈഡ് വാല്യൂ പി സ്ക്വയർ സൈഡ് വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഈ സൈഡ് എന്ന് പറയുന്നത് ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ആയിരുന്നു. ആൻഡ് പി സ്ക്വയർ സൈഡ് എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈഡ് കിട്ടിയില്ലേ. ദിസ് ഈസ് സ്ക്രോഡിഞ്ചർ വൺ ഡയമെൻഷണൽ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഇതാണ് വൺ ഡയമെൻഷനൽ ആണ് കേട്ടോ. വൺ ഡയമെൻഷണൽ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ഉണ്ട്, ഇതിനകത്ത് 3 ഡയമെൻഷനിൽ നമുക്ക് എഴുതാം. ഇത് വൺ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇനി എങ്ങനെ 3 ഡയമെൻഷൻ എഴുതുന്നത്? സിമ്പിൾ ആണ്. ഇവിടെ ഉള്ളതിൽ ഒരു ചെറിയ ചേഞ്ച് കൊടുത്താൽ മതി. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി എന്നൊരു ഇക്വേഷൻ ഇല്ലേ. ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ 2m ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ എന്നുള്ളതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ ഇക്വേഷൻ അല്ലേ. ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിന് നമ്മൾ ഡെൽ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഡെൽ സ്ക്വയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 3 ഡയമെൻഷണൽ ഇക്വേഷൻ ആവും. ക്ലിയർ? ഇവിടെ ഇല്ല നമുക്ക് കിട്ടിയിട്ടുള്ള വൺ ഡയമെൻഷണൽ ഇക്വേഷനെ നമ്മൾ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ അല്ലെ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ ഞാൻ സൈഡിൽ എഴുതി കാണിക്കും. ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറിന് ഇങ്ങനെ ഡെൽ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 3 ഡയമെൻഷണൽ ഇക്വേഷൻ ആയി. നോക്കിക്കോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിൽ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറിന് ഡെൽ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെൽ സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടും ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m പ്ലസ് ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി സൈ എന്ന് കിട്ടും. ദിസ് ഈസ് 3 ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. കാരണം ഇവിടെ ഒരു വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡെറിവേറ്റീവ് എടുത്തില്ലേ, ഈ ടൈം ടി ഇവിടെ കിടക്കുമല്ലേ, അതുകൊണ്ട് ഇത് ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഇവൻ അതിനകത്ത് ടി എന്നൊരു കണ്ടന്റ് ഇല്ലെങ്കിൽ, ടി എന്നൊരു ഫാക്ടർ ഇല്ലെങ്കിൽ ഇത് എന്തായിരുന്നേനെ? ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് പോർഷൻ ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ. അപ്പോൾ സ്ക്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ ആദ്യം വേവ് ഫംഗ്ഷൻ അസോസിയേറ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് എഴുതുക. അതിനകത്ത് സൊല്യൂഷൻ ടു ദ സൈ ഫംഗ്ഷൻ സൈ ഈസ് ഈക്വൽ ടു എന്താണ്? a ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഇ ടി മൈനസ് പി എക്സ് ആണ്. അത് കൊടുക്കുക. ഈ സൈ ഫംഗ്ഷനെ സൊല്യൂഷൻ ഓഫ് ദ വേവ് ഫംഗ്ഷൻ സൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കുക. ടൈമിൽ സിംഗിൾ ടൈം ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രം എടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് ഈ സൈനും പി സ്ക്വയർ സൈൻ എന്നുള്ള 2 ടേംസ് കിട്ടും. ദെൻ ടോട്ടൽ എനർജി അതിനുശേഷം എഴുതേണ്ട ടോട്ടൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഈസ് ദ സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ 2m തന്നെ എഴുതുക, അല്ലാണ്ട് ഹാഫ് എം ബി സ്ക്വയർ എഴുതരുത്. പിന്നെ നിങ്ങൾക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയി പോകും. അങ്ങനെ വേണമെങ്കിൽ ഞാൻ എഴുതി കാണിക്കാം. കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയി പോകും. അപ്പോൾ പി സ്ക്വയർ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പി സ്ക്വയറിലല്ല ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എഗെയിൻ സ്റ്റെപ്പ് മാറ്റി മാറ്റി വരുമ്പോൾ ഈ സ്റ്റെപ്പ് റിമൈൻ ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടുവന്ന് പി സ്ക്വയർ ബൈ 2m തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അതാണ് കോംപ്ലിക്കേറ്റഡ് ആയി പോകും, വെറുതെ സ്റ്റെപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇവിടെ തന്നെ പി സ്ക്വയർ ബൈ 2m കൈനറ്റിക് എനർജി കൊടുക്കുക. പൊട്ടൻഷ്യൽ എനർജി നമ്മൾ വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഈ ഇക്വേഷനെ ഫുൾ ഇക്വേഷനെ സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇ സൈ ഈസ് ഈക്വൽ ടു പി സ്ക്വയർ സൈ ബൈ 2m പ്ലസ് വി സൈ നമുക്ക് കിട്ടും അല്ലേ. ഇനി ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ ഇ സൈ ഓൾറെഡി നമ്മൾ എന്താ സൈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ഡെറിവേറ്റീവ് എടുത്തപ്പോൾ ഇ സൈ കിട്ടിയിട്ടുണ്ട്. ആൻഡ് എക്സിൽ സൈന് 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ പി സ്ക്വയർ സൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ വൺ ഡയമെൻഷണൽ ടൈം ഡിപ്പെൻഡന്റ് സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ. ആൻഡ് ഈ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയറിനെ ഡെൽ സ്ക്വയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3 ഡയമെൻഷണൽ സ്ക്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡന്റ് ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അർച്ചനാസ് അക്കാഡമി gmail.com എന്നുള്ള മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നിങ്ങളുടെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ ഈ ചാനൽ അർച്ചനാസ് അക്കാഡമി എന്നുള്ള ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.